ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മളൊരു പോൾ ഉണ്ടായിരുന്നു, വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഡെയിലി വീഡിയോസ് വേണം എന്നാണ് പറയുന്നത്. ഞാനപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാം വീഡിയോസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു കുട്ടി ബേസ് വെച്ചിട്ടുണ്ട്. നമ്മൾ പഴയ ആ ബേസ് അവിടെ നിന്ന് എടുത്ത് മാറ്റി ചെറിയൊരു ബേസാണ് കേട്ടോ. പിന്നെ ഓക്കെ, നിങ്ങൾ ഉള്ളിൽ കയറി കാണുക. ഇതാണ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലാഗ് ഉണ്ട് കേട്ടോ. ലാഗ് ഫസ്റ്റത്തെ എപ്പിസോഡിലും ഞാൻ കണ്ടു നോക്കി, വീഡിയോ ആയിക്കണ്ട് ഞാൻ കണ്ടു നോക്കി. അതിനകത്തും അത്യാവശ്യം ലാഗ് ഉണ്ടല്ലേ, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് വീടിൻ്റെ അകംഭാഗം. ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് നമ്മുടെ ബെഡ്, പിന്നെ ഫുഡ് കഴിക്കാൻ ക്യാമ്പ് ഫയർ, പിന്നെ മോട്ടർ ആൻഡ് ബെസ്റ്റിൽ, പിന്നെ ഇതിനകത്ത് നമ്മുടെ റിസോർട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കിടപ്പുണ്ട്. ഇത്രയും ഐറ്റംസിനകത്ത് കിടക്കുന്നുണ്ട്. ഗൈസ്, എനിക്കൊരു ഡ്രോപ്പ് എടുത്തപ്പോൾ നമ്മുടെ ഇതിൻ്റെ സാലഡ് കിട്ടി, മാമത്തില്ല അതിൻ്റെ സാലഡ് കിട്ടി. ഇപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓ, മെറ്റൽ ഉണ്ടല്ലേ, മെറ്റൽ എടുത്തിട്ടേ അതിനകത്തുണ്ട് വരട്ടെ. വെയിറ്റാക്കെ, ബാക്കിയെല്ലാം ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഓ, സ്ഥലം തീർന്നു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്മിത്തിയും പിന്നെ 4G ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും ആക്സസ് ഇൻവെൻട്രി കുറച്ച് മെറ്റൽ എടുത്തിട്ട് വെക്കട്ടെ, കാരണം നമുക്ക് ആവശ്യം മെറ്റലും കൂട്ട് അത്യാവശ്യം നമുക്ക് വേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാരസോറ പഠിക്കും. വെറും പാരസോറ അല്ല, നമ്മളൊരു ടെക് പാരസോറ പഠിക്കാൻ പോവാണ്. അതിന് നമുക്ക് കുറച്ച് ആരോസ് വേണം, അതുപോലെ തന്നെ കുറച്ച് ട്രാങ്കാരസ് ഉണ്ടാക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ്, ഇതെങ്ങനെ ഇത് ഞാൻ നേരത്തെ കണ്ടതാണ്. ഓക്കെ, അതാ ഇങ്ങനെ വെക്കണം. ഇത് നമുക്ക് വേണ്ട എന്തൊക്കെയാണ്? 5 നാർക്കോട്ടിക്സും 1 സ്പോൾഡിമേറ്റും. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നു പോകും, പഴയ പോലെ തന്നെയാണ് മൊത്തം, പക്ഷേ ഫുള്ള് മറന്നു പോകുന്നു. അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, നാർക്കോട്ടിക്സ് എടുത്തിട്ടുണ്ട്, ഇത് എടുത്തിട്ടുണ്ട്. മിക്കവാറും 5 ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് ബാറ്റൊക്കെ വെച്ചിട്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പാരസോർ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കളക്ട് ചെയ്യാമല്ലോ. 6 കിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഒരു 11 ഉണ്ടല്ല, കറക്റ്റ് നമുക്ക് തല നോക്കി അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് പെട്ടെന്ന് നോക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബോല ക്രാഫ്റ്റ് ചെയ്യണം. ഒരെണ്ണം വേണ്ട, ഒരു 2 എണ്ണമെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. കാരണം ഞാൻ എറിയുമ്പോൾ ചിലപ്പോൾ കാലുമേന്നും കൊള്ളാൻ ചാൻസ് ഇല്ല, വേറെ എവിടെയെങ്കിലൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഹൈഡ്, സ്റ്റോണ്, താച്ച്, ഫൈബർ, സ്റ്റോണ്, താച്ച്, അപ്പോൾ അതെല്ലാം നമ്മുടെ സ്റ്റോറേജിനകത്ത് ഉണ്ട് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ കുറച്ച് ഓടുന്ന സമയത്ത് ഭയങ്കര ലാഗ് ഫീൽ ആവുന്നുണ്ട് ചില ഭാഗത്ത് എത്തുമ്പോഴേക്കും. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യും, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മടുപ്പ് വരും. അപ്പം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ 2 എണ്ണം പണിതിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം? വുഡൻ ക്ലബ്ബ് പണിയണോ? വുഡൻ ക്ലബ്ബ് പണിത് വെക്കാമല്ലോ, കാരണം എങ്ങാനും വുഡൻ ക്ലബ്ബ് ഇല്ല ഇതിനകത്ത്. അതാ വുഡൻ ക്ലബ്ബ് ഉണ്ട്. ഇതല്ല, എങ്ങാനും നമുക്ക് ആരോസിൽ വീണില്ലെങ്കിൽ വുഡൻ ക്ലബ്ബിലെങ്കിലും വീഴ്ത്താം. പിന്നെ അതുപോലെ തന്നെ പാരസോണിൻ്റെ സാഡിലും അൺലോക്ക് ചെയ്യാം. ഓക്കെ, വുഡൻ ക്ലബ്ബ് എന്തൊക്കെ വേണം നോക്കട്ടെ. വുഡൻ ക്ലബിന് നമുക്ക് വുഡ് മാത്രം മതിയല്ലേ? ഓക്കെ, കുറച്ച് വുഡ് എടുക്കാം. ഒരു 3 എണ്ണം ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാരസോറിന് സാഡിൽ ക്രാഫ്റ്റ് ചെയ്യണം. അതിന് ഫൈബറും ഹൈഡും മതി. ഫൈബറും ഹൈഡും, ഓക്കെ, ഹൈഡും ഉണ്ട്, ഫൈബറും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കെല്ലാം നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടില്ലേ? ഓക്കെ, ഓൾ ക്രാഫ്റ്റഡ്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത് ഹോട്ട് ബാറിൽ എടുത്ത് മാറ്റിയിട്ട് ഓക്കെ ലെവലിപ്പോൾ ഗൈസ് നമ്മുടെ ലെവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നലെ നല്ല ഇതിനകത്ത് പെട്ടെന്ന് ലെവൽ, ഇപ്പം തന്നെ നോക്കി 84 ലെവല്. നമുക്ക് ഹെൽത്ത് കൂട്ടാം. ഇപ്പം നോക്കി എൻ്റെ ലെവൽ കണ്ടില്ലേ, 84 ഇതിനകത്ത് പെട്ടെന്ന് 85 85 ലെവലായി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മുടെ ലെവൽ 100 ആവും. ഇതിനകത്ത് പെട്ടെന്ന് ലെവലപ്പ് ആവുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ സമയം മറ്റാർക്കിലാണെങ്കിൽ കണ്ടില്ല, ഇത്രയും എത്തേയും കൂടി ഇല്ല. മറ്റാർക്കിൻ്റെ അത്രയും ഞാൻ കേവ് റൺ ചെയ്തും അത്രയും കഷ്ടപ്പെട്ടിട്ട് 82 അങ്ങനെ എന്താ തോന്നുന്നു എൻ്റെ മറ്റാർക്കിനകത്ത്. ഓക്കെ, നമ്മുടെ മോട്ടോർ ബസ്സിനകത്ത് എല്ലാം ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പാരസോൺ ടൈം ആക്കിയിട്ടേ, ഇതിപ്പോൾ നോർമൽ ബെറിയോട് തന്നെ ടൈം ആക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അതാണ് മെയിൻ പ്രശ്നം. ബെറി തന്നെ കൊടുത്തായിരിക്കുമല്ലേ. എന്തായാലും കുറച്ച് ട്രാങ്കാരോസ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ട്രാങ്കാരോസ് എവിടെ? ഓക്കെ, ട്രാങ്കാരോസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ കിടന്ന് ക്രാഫ്റ്റ് ആകട്ടെ. ഇനി ആവശ്യമില്ലാത്ത എല്ലാ ഐറ്റംസും ഹോട്ട് ബാറിന് എടുത്ത് മാറ്റിടണം. അപ്പോൾ നമുക്ക് വേണ്ട എന്തൊക്കെയാണ്? നമുക്ക് നമ്മുടെ ഇതിടണം. അമ്പ് ഇട്ടിട്ടുണ്ട്, ട്രാങ്കുലർസ് ആക്കി വെക്കട്ടെ. അതുപോലെ തന്നെ ഫുഡ്, പിന്നെ നമ്മുടെ ബോല, ഇത്ര ഐറ്റംസ് ഇട്ടാൽ പോലെ ഹോട്ട് ബാർ. ബാക്കി ഇതും കൂടി ഇട്ട് വെച്ചേക്കാം, ആവശ്യം വരും. ഓക്കെ, ബാക്കി എല്ലാ ഐറ്റംസ് നമ്മൾ ഹോട്ട് ബാർ ഇട്ടിട്ടുണ്ട്. ഇനി വുഡൻ ക്ലബും കൂടി ഇട്ട് വെച്ചേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ.
ബാക്കി ഫുള്ള് ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റോറേജിനകത്ത് സ്ഥലം ഇല്ല കേട്ടോ, ഒട്ടും സ്ഥലമില്ല സ്റ്റോറേജിനകത്ത്. ഒരെണ്ണോടെ പണിയണം. എല്ലാം കയറിയല്ല. ഓക്കെ വുഡൻ ക്ലബും പിന്നെ നമ്മുടെ പാരസോ സാഡിലും എടുത്തേക്കാം, വേറെ ഒന്നും വേണ്ടല്ലോ. ഓക്കെ. നമ്മൾ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കിയില്ല. ഞാൻ ഇന്നലെ നമ്മുടെ ക്രിസ്റ്റലല്ലേ ഇതിനെ പറയുന്നത്, ക്രിസ്റ്റൽ മൊത്തം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പോയിട്ട്. നമ്മൾ റെഡ് വുഡ്സിൽ പോയി, അവിടെ പോയിട്ട് ഒടുക്കത്തണപ്പോണെങ്കിൽ ഒടുക്കത്തലാകും. അപ്പോൾ ക്രിസ്റ്റൽ, ഫൈബർ, ഹൈഡ്, വുഡ്. ക്രിസ്റ്റല്, വുഡ്, പിന്നെ ഹൈഡ്, ഫൈബർ. സാധനം നമുക്ക് അത്യാവശ്യമാണ് ഈ സാധനം. ഓക്കെ, ബാക്കി എല്ലാം ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഓക്കെ, എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിട്ടാൻ സ്ഥലമില്ലല്ലേ, ഒരു വുഡൻ ക്ലബ് എടുത്ത് മാറ്റട്ടെ, എന്നിട്ട് നമ്മുടെ സ്പൈ ഗ്ലാസ് ഇടാം. യെസ്, ഫൈനലി നമ്മൾ സ്പൈ ഗ്ലാസും അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ സൂം ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലാണ്, അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, ഇപ്പം എല്ലാം അത്യാവശ്യമായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പോവാം. അയ്യോ, ആരോസ് എന്ത് ചെയ്യും നമ്മുടെ? ആരോസ് അതിനകത്തിട്ടല്ലേ, ഭയങ്കര മറവിയാണ്. ഓക്കെ, ആരോസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആരോസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോവാം. നല്ലൊരു ടെക്ക് പാരസോറ കണ്ടുപിടിക്കണം. ഇനി ടെക്ക് പാരസോറ എങ്ങനെ ടൈമാക്കുന്നതെന്ന് അറിയാമ്പോൾ പോകുന്നുണ്ട് കുന്തുമാമ്പൂക്കായിട്ട്. ഇനി അവിടെ ചെല്ലും പറയാൻ പറ്റും. ഗൈസ്, അപ്പം ഞാൻ എന്തായാലും ഒരു പാരസോറ കണ്ടുപിടിക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബെറീസും കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഒരു പാരസോറ കണ്ടുപിടിച്ചിട്ട് ബെറീസും കളക്ട് ചെയ്തിട്ട് വരാം. ഈ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യും, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബൊമ്പല്ലാകാണ്. ഗൈസ്, അപ്പം നമ്മൾ ബെറീസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെക്ക് പാരസോർ ഈ ഒരു ഏരിയയിൽ ഞാൻ അന്ന് കണ്ടതാണ്. അത് ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ലാഗ് വന്നാണ്ടാ, ഇതെനിക്ക് ഫീലാകുന്നുണ്ട് കേട്ടോ ലാഗ്. ഇവിടെ വരുമ്പോഴേക്കും ഭയങ്കര ലാഗാണ്. ഈ മരവും പിന്നെ കുന്നും ഉള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ പ്രശ്നം. അത് മറ്റു സാധനമൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റെഗോസോറസ്. അതാ അവിടെ ഒരു പാരസോർ. ഇത് ഏതാ പാരസോർ? ഇത് ടെക്കല്ലേ ഗൈസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളൊരു ടെക്ക് പാരസോറ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ തന്നെ അങ്ങോട്ട് ടൈം ചെയ്തേക്കാം. കറക്റ്റ് വീഴണേ. ഓക്കെ, കറക്റ്റ് കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നോക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. 1 തലക്ക് നമുക്ക് കൊടുത്താൽ പെട്ടെന്ന് വീഴുമിക്കാറും. ഓക്കെ, 2 എണ്ണത്തിൽ വീണ് കേട്ടോ. ലെവൽ 18. ഇനിയിപ്പോൾ ആക്സസ് ഇൻവെൻട്രി. ഓക്കെ, ആക്സസ് ഇൻവെൻട്രി നമുക്ക് നമ്മുടെ മെജോബർ ഇട്ട് കൊടുക്കാം. മെജോബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ബെറീസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് വന്നാലാ. ഈ ഏരിയയിൽ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ടൈമിങ് ആവുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറീസ് പറക്കിയിട്ട് വരാം കേട്ടോ. കുറച്ചുകൂടെ മെജോബറിഡയിൽ പെട്ടെന്ന് ടൈം ആവും. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഒന്ന് FPP ആക്കി ഇട്ട് നോക്കിയിട്ടുണ്ട്. കാരണം FPP ഇട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ലല്ലോ. FPP ഇട്ട് ലാഗ് വല്ല കുറവ് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് FPP ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ലാഗ് കുറഞ്ഞ അത്രയും നല്ലത്. പിന്നെ ഗൈസ്, ഈ ടെക്കിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ടൈം എടുത്ത് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് നോക്കിയാൽ ഒരു ഒറ്റെണ്ണത്തിനെ കിട്ടില്ല എന്ന് എനിക്ക് നമ്മുടെ പഴയ ആർക്ക് കളിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ആവശ്യത്തിന് നോക്കിയപ്പോൾ ഉണ്ടല്ല ഒരെണ്ണം പോലും ഉണ്ടായില്ല. 31% ടൈമിങ്. ഓക്കെ, ടൈം ആവുന്നുണ്ട്. എന്തായാലും അവിടെ കിടന്ന് ആവട്ടെ. പെട്ടെന്ന് ടൈം ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലെവല് കുറഞ്ഞുണ്ടാവുമെന്ന്. ലെവൽ 18 ഉള്ളൂ. എന്തായാലും കുറഞ്ഞ ലെവലാണെങ്കിലും ഇപ്പം നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ പോലെ ചിലപ്പോൾ ഡൈനോസിന് ആ സെയിം കാര്യം ഉണ്ടെങ്കിലോ. അപ്പോൾ പിന്നെ നമ്മൾ കുറഞ്ഞ ലെവലാണെങ്കിലും നമ്മൾ മിനി ഡാമേജ് മാത്രം പമ്പ് ചെയ്ത് കൊടുത്തുള്ള അവസ്ഥ ആലോചിക്കുക. എന്തായാലും നമുക്ക് നോക്കാം. ലെവൽ കുറഞ്ഞതാണെങ്കിലും സീനില്ല. ഓക്കെ, 84.2% ടൈമിങ്. വേഗം ടൈം ആവട്ടെ വേണം. അവിടെ ഒരു ഡ്രോപ്പൊക്കെ ഉണ്ട് കേട്ടോ. വൈൽഡ് മെയിൽ ടെക്ക് പാരസോർ 94.7%. ഓക്കെ, വേഗം ടൈം ആവുന്നുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ടെക്കിന് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ടൈമിങ്ങിന് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നോർമലി ഓക്കെ ടൈം ആയിട്ടുണ്ട്. ഇവർ നമുക്ക് ടെക്കിന്ന് വരിടാം. TEKKY ടെക്കി അക്സെപ്റ്റ്. അപ്പം നോർമലി ടൈം ആക്കുന്ന പോലെ തന്നെ ബെറീസ് കൊടുത്ത് ടൈം ആക്കിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത് ഇതിനകത്ത്? നമുക്കെങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റൂലേ? അല്ല, ഡ്രോപ്പല്ല. സാഡിലൊക്കെ ഇവിടെയല്ല ഇടുന്നത് കേട്ടോ. മുകളിൽ മറ്റേത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഇവരെ ഇൻവെൻറ്ററി കൊണ്ടിടണം, എന്നിട്ട് എക്യുപ്പ് ചെയ്യണം. ഇതിപ്പോൾ മുകളിൽ പാരസോറിന് വേണ്ടി മാത്രമായിട്ട് ഒരു സംഭവമുണ്ട്. ഇത് എന്ത് സംഭവം അതെനിക്കറിയില്ല എന്തായാലും. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ ടെക്ക് പാരസോർ അങ്ങനെ ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈഡ് ചെയ്യാം. റൈഡ് ചെയ്യുന്നത് ടാപ്പ് റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ.
അപ്പോൾ ഇറങ്ങുന്നത് മുകളിലുണ്ട് കേട്ടോ. മുകളിലുണ്ട്, ഇറങ്ങുന്നത് ആ മുകളിൽ റൈറ്റ് സൈഡിലുണ്ട്. ഓക്കെ, അത് തന്നെ. അതവർ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നതാണ് ഡെമോ പോലെ. സ്വൈപ്പ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ ആരോ ഓൺ ദ ക്രീച്ചർ ബട്ടൺ. ഓ അമ്പേ, ഇത് മറ്റേ എനിമീസ് ഡിറ്റക്ട് ചെയ്യുന്ന സംഭവം അല്ലേ? അതാ റെഡ് സാധനം കണ്ടോ അവിടെ? ഓക്കേ, ഇതെന്താ സംഭവം? ഇത് അറ്റാക്ക്, നോർമൽ അറ്റാക്ക് അല്ലേ? ഓ ഗൈസ്, ഇവിടെ റൈറ്റിൽ ഈ മറ്റേ നമ്മൾ ഇത് എന്തെന്നാ ഞാൻ പറയുന്ന ഷൂട്ട് ബട്ടൺ ഇല്ലേ, അവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെ. ഓ, ഇതിന് വേറെ കളറൊന്നുമില്ല. ഞാൻ വെച്ച് ഇത് ഇടുമ്പോന്ന് മറ്റേ ടെക്കിൻ്റെ സാധനം പോലെ ഉള്ളൂ എന്ന് വിചാരിച്ച്. വേഷത്തിൽ മാത്രമേ ഉള്ളൂ ടെക്ക്. ഓക്കെ, നമുക്കപ്പോൾ ഒരു കൊത്തു കൊടുത്ത് നോക്കട്ടെ ഇതിനകത്ത് മരമൊക്കെ. ഓക്കെ, നോർമൽ അറ്റാക്ക്, പിന്നെ ഒരു റൈറ്റ് സൈഡിൽ ഇങ്ങനത്തെ ഒരു അറ്റാക്ക്. അത് അറ്റാക്ക് അല്ലേ, അത് വേറെന്താ സാധനമാണത്? ബെറീസൊക്കെ എന്തോരം രീതിയിൽ കളക്ട് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ബെറീസ് ഒന്നും കളക്ട് ചെയ്യില്ല ഇത് വെച്ചിട്ട്. എന്തായാലും കൊള്ളാം. നമ്മുടെ നാർക്കോട്ടിക്സ് നല്ലവണ്ണം കളക്ട് ആക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു നാർക്കോബറിയെ കളക്ട് ചെയ്യാൻ നല്ലൊരു ഡൈനോ വേണം. എനിക്ക് ഒരെണ്ണം ഇതിൻ്റെ ഒരു കടി കൊടുത്ത് നോക്കട്ടെ. സെക്കൻഡ് അറ്റാക്ക് ഇതിന് വർക്കാവോ? അയ്യോ, ഹെൽത്ത് പോകുന്നുണ്ടല്ല. കുത്ത് കടിക്കണം അവനെ. നമ്മളിത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കണോ അല്ലേ? ഓ, അത് ചെറിയൊരു ടാസ്ക് ആണ് കേട്ടോ. ഗൈസ്, നമ്മുടെ ടെക്ക് പാരസോറിന് കടി കൊള്ളുമ്പോഴേക്കും അവിടെ ഒരു തിളങ്ങുന്ന പോലെ കണ്ടാ നിങ്ങ? ഓരോ കടി കൊള്ളുമ്പോഴും. ഗൈസ്, അപ്പോൾ ചെറിയൊരു ടാസ്ക്കാണ്. നമ്മളിങ്ങനെ ഞെക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സംഭവം അറ്റാക്കില്ല. നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കണം. ഓ, അത് ചെറിയൊരു സീനാണല്ലോ. നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിനെ പാസീവ് ആക്കി വെക്കട്ടെ. പാസീവ് എങ്ങനെ ആക്കുന്നത്? വിസൽ സ്റ്റോപ്പ് ഓൾ, പിന്നെ അതുപോലെ തന്നെ വിസൽ പാസീവ് എങ്ങനെയാണ് ഗൈസ്? വിസൽ പാസീവ്. ഓക്കെ, പഠിച്ചു വരുന്നുള്ളൂ മൊത്തം നമ്മൾ. ഓക്കെ, ടെക്കിക്ക് ഒരു ലെവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് മില്ലി ഡാമേജ് കൂട്ടാം. മറ്റേ സംഭവം കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. നമ്മുടെ റോക്ക് ക്യാരറ്റ് സീഡും കാര്യങ്ങളൊക്കെ കളക്ട് ആക്കുന്നുണ്ട് ഇവൻ. കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും എത്ര ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു എപ്പിസോഡായിരുന്നു. ടെക്ക് പാരസോറെ ടൈം ആക്കുന്നത് എന്തായാലും കൊള്ളാം എനിക്ക്. ഗൈസ്, ഇങ്ങനത്തെ ടെക്കിൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ടെക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ദിനോസറിലുണ്ടെങ്കിൽ നമുക്ക് ടെക്കിൻ്റെ കൂടുതലും ടൈം ആക്കാൻ കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്. ടെക്ക് കാണാനും കൊള്ളാം അല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും ഇവിടെ നിർത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മൊത്തം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇനി മുതൽ എന്തായാലും ഞാൻ സ്പീഡപ്പ് ആക്കാം. വീഡിയോസൊക്കെ പെട്ടെന്നുള്ളത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.